ഹായ് ലേണേഴ്സ്, മോഡൽ വെർബുകളിലെ പ്രധാനപ്പെട്ട മോഡൽസുകളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സെമി മോഡൽസ് എന്ന വിഭാഗത്തിലെ ഏതാനും ചില വാക്കുകളാണ്. അതായത് ഈ പറയുന്ന വാക്കുകൾ പൂർണ്ണമായും മോഡൽ വെർബുകളാണെന്ന് ചോദിച്ചാൽ അല്ല, എന്നാൽ ഒരു സെമി മോഡൽസിൻ്റെ സ്വഭാവം കാണിക്കുന്നവയാണ്. അതായത് ഒരു വെർബിൻ്റെയും ഒരു മെയിൻ വെർബിൻ്റെയും അതേപോലെ ഒരു ഓക്സിലറി വെർബിൻ്റെയും സ്വഭാവം കാണിക്കുന്ന ചില വാക്കുകളാണ്. അപ്പോൾ ഇവയെ നമ്മൾ സെമി മോഡൽസ് എന്നാണ് വിളിക്കുക. ഇത് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ വേർഡ് എന്ന് പറയുന്നത് ഡെയർ എന്ന് പറയുന്ന വേർഡാണ്. എന്താണ് ഡെയർ എന്ന് പറയുന്ന വാക്കിൻ്റെ ഉപയോഗം? നമ്മളെപ്പോഴും നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നൊരു വേർഡാണ്. ഡെയർ എന്നാൽ ധൈര്യപ്പെടുക എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഡെയർ ഉപയോഗിക്കില്ല, ധൈര്യപ്പെടുക. അപ്പോൾ ഈ ഡെയർ വെച്ചുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നത് കറേജിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, കറേജ്. അപ്പോൾ ധൈര്യപ്പെടുന്നില്ല എന്ന അർത്ഥത്തിൽ നെഗറ്റീവ്, ഓൺലി നെഗറ്റീവ് ഒരു ക്വസ്റ്റ്യൻ ഫോംസ്. നമ്മൾ ഈ ധൈര്യവുമായി ബന്ധപ്പെട്ട ഈ ഡെയർ എന്ന് പറയുന്ന വാക്ക് എപ്പോഴും നെഗറ്റീവ് ഫോമിലാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, കറേജ് ഒരു നെഗറ്റീവ് ഫോംസ്, കറേജിൻ്റെ നെഗറ്റീവ് ഫോംസിൽ മീൻസ് ധൈര്യപ്പെടുന്നില്ല എന്ന് പറയാനാണ് പൊതുവെ നമ്മൾ ഈ ഡെയർ സാധാരണ യൂസ് ചെയ്യാം. അപ്പോൾ അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡെയർ നോട്ട് എന്ന് പറയുന്ന പ്രയോഗമാണ്. ഡെയർ നോട്ട്. ഓക്കെ, ഹി ഡെയർ നോട്ട് മൂവ്. അതിൻ്റെ അർത്ഥം എന്താ? അവൻ അനങ്ങാൻ ധൈര്യപ്പെടുന്നില്ല. ഓക്കെ, നമ്മൾ ഡെയർ എന്ന അർത്ഥത്തിൽ പോസിറ്റീവായിട്ട് അങ്ങനെ ഉപയോഗിക്കാറില്ല. അതിൻ്റെ സാഹചര്യം നമുക്കങ്ങനെ സംഭാഷണത്തിൽ വരാത്തതുകൊണ്ടാണത്. ഇത് യൂഷ്വലി നെഗറ്റീവ് സെൻസിലാണ് യൂസ് ചെയ്യുക. അതുകൊണ്ടാണ് ഡെയർ നോട്ട് എന്ന പ്രയോഗമാണ് നമ്മൾ സാധാരണ ഇതിനു വേണ്ടി ഉപയോഗിക്കുക. ഡെയർ നോട്ട്. യു ഡെയർ നോട്ട് എൻ്റർ ദാറ്റ് റൂം. ആ മുറിയിൽ കയറാൻ നീ ധൈര്യപ്പെടുന്നില്ല, നീ ആ മുറിയിൽ കയറാൻ ധൈര്യപ്പെടുന്നില്ല. യു ഡെയർ നോട്ട് എൻ്റർ ദാറ്റ് റൂം. വി ഡയർ നോട്ട് ബ്രേക്ക് ദ റൂൾസ്. നിയമങ്ങൾ ലംഘിക്കാൻ ഞങ്ങൾ ധൈര്യപ്പെടുന്നില്ല. അപ്പോൾ ധൈര്യപ്പെടുന്നില്ല എന്ന അർത്ഥത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡെയർ നോട്ട് ഉപയോഗിക്കാം. ഡെയർ നോട്ട്. ഇനി ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ ഫോംസിൽ, ഇതും കറേജാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഓൺലി നെഗറ്റീവ് ആൻഡ് ക്വസ്റ്റ്യൻ ഫോംസിലാണ് ഉപയോഗിക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ നോക്കാം. ഡെയർ യു ക്വസ്റ്റ്യൻ ഹിം. അവനെ ചോദ്യം ചെയ്യാൻ നിനക്ക് ധൈര്യമുണ്ടോ? അത് നിനക്ക് അവനെ ചോദ്യം ചെയ്യാൻ ധൈര്യമുണ്ടോ? ഡെയർ യു ക്വസ്റ്റ്യൻ ഹിം. ഡെയർ അല്ലേ? ഡെയർ ഷീ ടെൽ ദ ട്രൂത്ത്. സത്യം പറയാൻ അവൾക്ക് ധൈര്യമുണ്ടോ? ഡെയർ ഹി ഫൈറ്റ് ബാക്ക്. തിരിച്ചടിക്കാൻ അവന് ധൈര്യമുണ്ടോ? അങ്ങനെ ഡെയറിൽ നിന്ന് നമ്മൾ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഡെയർ യു, ഡെയർ ഷീ, ഡെയർ ഹി, ലൈക്ക് ദാറ്റ്. ഓക്കെ, ഡെയർ പ്ലസ് പ്രോനൗൺ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഡെയർ വെച്ചുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുക. കറേജിനെ കുറിക്കുന്ന വാക്കാണ് ഡെയർ. ഡെയർ വെച്ചുകൊണ്ട് ആദ്യം പറഞ്ഞ പോലെ നെഗറ്റീവായിട്ടുള്ള സെൻറ്റൻസുകൾ ഡെയർ നോട്ട് എന്ന് പറയാം. ഡെയർ പ്ലസ് പ്രോനൗൺ വെച്ചുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കാം. ഓക്കെ, ധൈര്യമുണ്ടോ, ധൈര്യപ്പെടുമോ എന്ന അർത്ഥത്തിൽ. ഓക്കെ, ഇതാണ് ഡെയറിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് ഉപയോഗങ്ങൾ. എങ്കിൽ മൂന്നാമത് നമുക്കെടുത്ത് പറയാൻ സാധിക്കുന്നൊരു ഉപയോഗം ധൈര്യമുണ്ട് അല്ലെങ്കിൽ ധൈര്യമില്ല അല്ലെങ്കിൽ ധൈര്യപ്പെട്ടു, ധൈര്യപ്പെട്ടില്ല എന്ന അർത്ഥത്തിൽ മെയിൻ വെർബായിട്ട് ഡെയർ യൂസ് ചെയ്യും. ശ്രദ്ധിക്കണേ, മെയിൻ വെർബായിട്ട് ഈ വാക്കുകൾ പെരുമാറും. അതായത് ഹി ഡെയേഴ്സ് ടു സ്പീക്ക് ദ ട്രൂത്ത്. സത്യം പറയാൻ അവൻ ധൈര്യപ്പെടുന്നു. ഇത് സത്യത്തിൽ പോസിറ്റീവാണ്. ഞാൻ നേരത്തെ പറഞ്ഞ നെഗറ്റീവിനെ കുറിച്ച് മാത്രമാണ്. നെഗറ്റീവ് സിറ്റുവേഷനിലാണ് ഡെയർ യൂസ് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷേ ഡെയറിനെ മെയിൻ വെർബായിട്ട് ഉപയോഗിക്കുമ്പോൾ, ഇപ്പോൾ ഹി ഡെയേഴ്സ് ടു സ്പീക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഓക്സിലറി വേറെ ഉണ്ട്. ഡസ് പ്ലസ് ഡെയർ ആണ്. മനസ്സിലായോ? ഓക്സിലറി വെർബ് ഓൾറെഡി ഉണ്ട്. ഒരു ഓക്സിലറി ഉണ്ട്, പിന്നെ ഡെയറും ഉണ്ട്. ഡെയറും സത്യത്തിൽ ഓക്സിലറിയാണ്. പക്ഷേ ഈ ഓക്സിലറി ഞാൻ പറഞ്ഞ ചില ഘട്ടങ്ങളിൽ മെയിൻ വെർബായിട്ട്. അപ്പോൾ ഇവിടെ മെയിൻ വെർബായിട്ടാണ് അത് എന്താ പറയുന്നത്, ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഹി ഡെയേഴ്സ് ടു സ്പീക്ക് ദ ട്രൂത്ത് എന്ന് പറഞ്ഞാൽ ഹി ഡസ് ഡെയർ ടു സ്പീക്ക് ദ ട്രൂത്ത് എന്നാണ്. അവൻ സത്യം പറയാൻ ധൈര്യപ്പെടുന്നു. ഷീ ഡിഡിൻ ഡെയർ. നെഗറ്റീവ് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ ഇതിനെ നെഗറ്റീവ് ആക്കണമെങ്കിൽ ഈ ഡസിൻ്റെ കൂടെ നോട്ട് ചേർക്കണം. ഓക്സിലറി ഡസിൻറ്റ് ഡെയർ. ഹി ഡസിൻറ്റ് ഡെയർ ടു സ്പീക്ക് ദ ട്രൂത്ത്. ഇവിടെ നോക്കിയേ, ഷീ ഡിഡിൻറ്റ് ഡെയർ ടു സേ എനിത്തിങ്. അവളൊന്നും പറയാൻ ധൈര്യപ്പെടുന്നില്ല. അവിടെ ഡിഡിൻറ്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഓക്സിലറി ഡിഡാണ്. അപ്പോൾ ഓക്സിലറി വെർബ് കഴിഞ്ഞിട്ട് പിന്നെ വന്നിരിക്കുകയാണ് ഡെയർ. അപ്പോൾ ഇതിവിടെ മെയിൻ വെർബാണ്. മനസ്സിലായോ? അടുത്തത് ഐ ഡോണ്ട് ഡെയർ ടു ഗോ ദെയർ. ഐ ഡോണ്ട് ഡെയർ. ഡോണ്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇത് ഓക്സിലറി, അത് കഴിഞ്ഞിട്ടാണ് വരുന്നത്. പക്ഷേ മുമ്പ് നമ്മൾ പറഞ്ഞ സെൻറ്റൻസുകളിലൊക്കെ ഓക്സിലറി വെർബിൻ്റെ സ്ഥാനത്താണ് ഈ പറഞ്ഞ വാക്കിയിരിക്കുന്നത്. ഇവിടെ ഡെയർ, ഇത് ഓക്സിലറിയാണ്. ഹി ഡെയർ നോട്ട് മൂവ്. അവിടെയും ഡെയർ വർക്ക് ചെയ്യുന്നത് ഓക്സിലറി വെർബായിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത്
ഒരു ഓക്സിലറി വെർബായിട്ട് അത് ആക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ പറഞ്ഞ സെൻറ്റൻസുകൾ ഇത് മെയിൻ വെർബായിട്ടാണ് പ്രവർത്തിക്കുന്നത്, കാരണം ഓക്സിലറി വേറെയുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഡെയറുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്.